ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മലബാർ സ്നാക്സ് ആയിട്ടുള്ള കായ്പൊളിയാണ്. ഇങ്ങനെയുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര പ്രാധാന്യമുണ്ട്. അതിന്റെ മെയിൻ ഘടകമാണ് നെയ്യ്. നമ്മളിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അന്വേഷൺ ഡെസി കൗഗിയാണ്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അന്വേഷൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം ഒന്ന് കളർ ചേഞ്ച് ആയതിനു ശേഷം മാത്രമേ അടുത്ത എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബദാം ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ബദാം ഒന്ന് കളർ ചേഞ്ച് ആയി വന്നു. കറുത്ത മുന്തിരി കൂടി ഇട്ട് കൊടുത്തു. മുന്തിരി എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് വികർത്തു വന്നു. നമ്മൾ ഇപ്പൊ തന്നെ ബൗളിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, നെയ്യ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ നെയ്യിന്റെ നല്ലൊരു ഫ്ലേവർ ആയി ഇവിടെ മുഴുവൻ. നമ്മൾ ഈ സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഏത്തപ്പഴം നമ്മൾ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നെയ്യിലേക്ക് നമ്മൾ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. 1/2 ടേബിൾ സ്പൂണുള്ള പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പഴം എല്ലാം നെയ്യ് കിടന്ന് നന്നായിട്ട് സോട്ടായി. ഇതിന്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നു. ഈ സമയം നമ്മൾ ഓപ്ഷണലായിട്ട് കുറച്ച് ചൗവരി വേവിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള സേമിയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല തിക്കായിട്ട് നമ്മുടെ കായ്പോള മാറും. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അല്പം പശുവും പാല്. ഇതിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്നതിന് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പഴവും ചൗവരിയും എല്ലാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ എല്ലാ സ്ഥലത്തും പഴം ഒരേപോലെ വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് പഴവും ചൗവരിയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഒരുപാട് കുക്കാവും. അതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പഴയ ഏതെങ്കിലും ഫ്രൈ പാനിൽ അല്പം പൊടിയുപ്പ് ഇട്ട് നമ്മൾ നേരെ അടുപ്പിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാനിൽ അല്പം നെയ്യുമായി ഉണ്ട്. അതിൻ്റെ ഒരു വാഴയിലിട്ട് ഇങ്ങനത്തെ ചേഞ്ച് ആയിട്ടുള്ള മലബാർ ഡിഷിലൊക്കെ നെയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അന്വേഷൺ ഡെസി കൗഗിയാണ്. നിങ്ങൾക്ക് മലബാർ സ്നാക്കിന്റെ ആ റിയൽ ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അന്വേഷൺ ഗീ ചൂസ് ചെയ്യുക. കായ്പോളയുടെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുത്തു. ഇത് അടച്ചു വെച്ച് വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവര് ഇങ്ങനെ ഫയർ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. ഇത് ഭയങ്കര സേഫ് ആണ്. വാഴയിലേക്ക് ഇട്ട് വെച്ചുകൊണ്ട് ഒരിക്കലും അടിഭാഗം കരിഞ്ഞു പോവില്ല. 2 ലെയർ ആയിട്ടാണ് നമുക്ക് ചൂട് ഇതിലേക്ക് കയറുക. അതുകൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കാതെ ഈ മെത്തേഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ കായ്പോള എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നു. നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ചേഞ്ച് ചെയ്യുന്നത് അത് നമ്മൾ നേരെ കവർ ചെയ്ത് വെച്ചിട്ട് നേരെ മറയ്ക്കാണ് ചെയ്യുന്നത്. നമ്മൾ ചൗവരി ചേർത്താണ് ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ കിടക്കുന്നത് കേട്ടോ. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ടൂത്ത് പിക്കോ ചെറിയ നൈഫോ ഇട്ട് നമ്മൾ കുത്തി നോക്കിയിട്ട് അതിൽ മുട്ടയുടെ പാടയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പശപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കുക്കായിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടി. അന്വേഷൺ ഗീക്ക് നല്ല ഡാനിഡ ടെക്സ്ചർ ആണ്. ഇത് ശരിക്കും ക്രീമിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, തൈരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ സ്ലോ പ്രോസസ്സിന്റെ ഫ്ലേവർ നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പൊ ഈ ജാർ ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്യൂ, എന്നിട്ട് കമന്റ് ചെയ്യൂ.